സതീശന് എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് BJP ജയിക്കും, അതുകൊണ്ട് SDPI പിന്തുണ പിൻവലിക്കണമെന്ന് പിൻവാതിലൂടെ പോയി പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞത്? പരസ്യമായിട്ട് പറയട്ടെ, മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട. സതീശൻ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുന്ന ആളല്ലേ. VD സതീശന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞു, എല്ലാ തിണ്ണയും നിറങ്ങി. ഇപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ ധൈര്യമുണ്ടോ? മഞ്ചേശ്വരം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. പൊതുവായി പറഞ്ഞ പിന്തുണ വേണ്ട എന്നുള്ള കാര്യം മഞ്ചേശ്വരത്ത് പറയാനുള്ള ആർജവം VD സതീശനുണ്ടോ? സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രചരണം ആരംഭിക്കുന്നു, പിന്നീടുണ്ടായ സമ്മർദ്ദത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. അപ്പോൾ SDPI UDF ബന്ധം എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രചാരണം അല്ല, ഇതാണല്ലോ ഞാൻ ചോദിക്കട്ടെ. SDPIക്കാരും ആത്മാഭിമാനമുള്ള മനുഷ്യരല്ലേ? തന്നെയൊക്കെ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞവരുടെ കൂടെ നാളെ എങ്ങനെയാണ് അവർ പ്രചരണത്തിന് പോകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. SDPI ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിൽ അണികൾക്കൊരു ആത്മാഭിമാനമില്ലേ? ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞ MLAയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നത് കാണാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കാണട്ടെ. അതന്നെ ഞാനും പറയുന്നത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നിൽ മതസംഘടനകളാണ് എന്നാണോ BJP? മതസംഘടനകളും ഉണ്ട്. കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്തും പ്രവർത്തിക്കുന്ന പല ആളുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വൈകാതെ പുറത്തു വരും. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഈ ചെരുപ്പൂരി അടിക്കുമെന്ന് പ്രസ്താവന നടത്തിയ മഞ്ചേശ്വരം MLA കുറിച്ച്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ഒരു നീക്കമെന്ന് വിശ്വസിക്കുന്നത്. അയാളൊക്കെ ചെറിയ മീനല്ലേ. ഈ നീക്കത്തിന് പിന്നിൽ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ അടങ്ങുന്ന വലിയ സംഘമാണ്. എന്തിനാണ് ഞാൻ വെറുതെ ഒരാളെ പറഞ്ഞു വലുതാക്കുന്നത്?